സിനിമാ രംഗത്ത് തിരക്കേറിയ നടിമാർ പിന്നീട് ഇസ്ലാം മതം വിശ്വാസപ്രകാരമുള്ള ജീവിതം തിരഞ്ഞെടുത്തത് വലിയ തോതിൽ വാർത്തയായിട്ടുണ്ട്. സന ഖാൻ, സൈറ വസീം തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇസ്ലാം മതം സ്വീകരിച്ച് സിനിമാരംഗം വിട്ട വ്യക്തിയാണ് മോണിക്ക. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അഭിനയിച്ച മോണിക്ക മതം മാറിയ ശേഷം പേര് റാഹിമ എന്നാക്കി. 2014 മോണിക്ക മതം മാറിയത്. 2015 മാലിക് എന്ന വ്യവസായിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് മോണിക്ക ഇപ്പോൾ. മോണിക്കയുടെ അച്ഛൻ ഹിന്ദുവും അമ്മ ക്രിസ്ത്യനുമാണ്. സിനിമാ ലോകം വിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ ഒരു പ്രസംഗത്തിൽ മോണിക്ക പരാമർശിച്ചിട്ടുണ്ട്. നടിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ഖുർആൻ വായിച്ച ശേഷമാണ് ഇസ്ലാം മതത്തിലേക്ക് അടുക്കുന്നതെന്നും സിനിമാ ലോകം വിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നും മോണിക്ക തുറന്നു പറഞ്ഞു. ഖുർആൻ പഠിച്ചപ്പോൾ വന്ന തിരിച്ചറിവുകൾ കുട്ടിയായിരിക്കുമ്പോൾ തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു. സിനിമകളൊന്നുമില്ലാതെ കൂടുതൽ നന്മകളോടെ തനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞേനെ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നടിമാർ നന്നായി സമ്പാദിക്കും, ജീവിതം സെറ്റിലായിരിക്കും. അങ്ങനെയുള്ള ഞാൻ സിനിമാ രംഗം വിട്ടപ്പോൾ തീരെ ആശങ്കപ്പെട്ടില്ല. എന്നാൽ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് കുടുംബം ആശങ്കപ്പെട്ടു. ചെന്നൈയിലാണ് ജീവിക്കുന്നത്. ഗ്രാമത്തിലാണെങ്കിലും 10,000 രൂപ കൊണ്ട് കുടുംബം നയിക്കാം. എന്നാൽ ചെന്നൈയിൽ അത് സാധിക്കില്ല. കറണ്ട് ബിൽ പോലും 2,000 രൂപയാണ്. എന്തിനാണ് സിനിമ വിട്ടതെന്ന് ചോദിച്ച് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സിൽ അള്ളാഹു എന്നെ രക്ഷിക്കുമെന്നായിരുന്നു. ടൈലറിംഗ് വർക്ക് ചെയ്തു. എത്ര അധ്വാനിച്ചാലും ഒരു ദിവസത്തേക്ക് 300 മുതൽ 400 രൂപയെ ലഭിക്കൂ. അതൊന്നും എന്നെ ആശങ്കപ്പെടുത്തിയില്ല. കാരണം അഭിനയിക്കുന്ന കാലത്ത് അള്ളാഹു എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്നു. ചില മോശം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ ലോകം കണ്ടു, അധ്വാനിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എത്ര യാത്ര ചെയ്താലും ഫ്ലൈറ്റിൽ ചുറ്റിയാലും ഞാൻ ചെയ്യുന്നത് ഹറാമായ കാര്യമാണ്. സമ്പാദിച്ച പണം കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹറാമാണ്. പണം കൊണ്ട് ആർക്കും നന്മ ചെയ്താലും അത് നന്മയല്ല. അവസാനം ഞാൻ പൂജ്യമാകും. എൻ്റെ ജീവിതം പൂജ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനപ്പുറം ഒന്നും ചിന്തിച്ചില്ല. ഇനിയുള്ള ജീവിതം പാത്രം കഴുകിയെങ്കിലും ജീവിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഘട്ടം ഘട്ടമായി സിനിമകൾ കുറച്ചത്. പെട്ടെന്ന് ഒഴിവായി വരാൻ പറ്റില്ല. കടങ്ങളെല്ലാം തീർത്ത് ഒരു ഘട്ടത്തിൽ ഇനി മതിയാക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. മോണിക്ക വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.